നിങ്ങൾക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നാളത്തെ ഒരു വലിയ ദിവസത്തെ പറ്റിയാണല്ലേ? തീർച്ചയായും. കേരളത്തിലെ +2 പരീക്ഷാഫലം. അതെ, വ്യാഴാഴ്ച വൈകുന്നേരം 3 മണിക്ക്. ഏകദേശം ഒരു 5 ലക്ഷത്തോളം കുട്ടികൾ കാത്തിരിക്കുന്ന റിസൾട്ട്. അവരുടെ വീട്ടുകാര്, ടീച്ചർമാർ എല്ലാവരും ഒരുപോലെ ടെൻഷനിലാവും. അതെ അതെ. അപ്പോ ഈ കിട്ടിയ വിവരം വെച്ച് നോക്കുമ്പോൾ നമ്മൾ സാധാരണ കാണുന്നൊരു പ്രശ്നമുണ്ടല്ലോ റിസൾട്ട് വരുമ്പോൾ. വെബ്സൈറ്റിന്റെ പ്രശ്നം. എല്ലാവരും കൂടെ ഒരുമിച്ച് കയറുമ്പോൾ. അത് തന്നെ, സൈറ്റ് അങ്ങ് സ്റ്റക്കാവും. ശരിക്കും അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ ഉറവിടത്തിൽ പറയുന്ന പോലെ ഒരു 10 ലക്ഷത്തോളം ആളുകൾ വരെ ഒരേ സമയം നോക്കാൻ സാധ്യതയുണ്ട്. 10 ലക്ഷമോ? അത്രയും വരുമോ? അതെ, കുട്ടികളും വീട്ടുകാരും പലതവണ നോക്കുമല്ലോ. അപ്പോൾ അത്രയും ട്രാഫിക് വരും. ആ ലോഡ് താങ്ങാൻ സാധാരണ ഗവൺമെന്റ് സൈറ്റുകൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതാണ് സൈറ്റ് കിട്ടാതാവുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിനൊരു പരിഹാരം എന്ന നിലയ്ക്കാണ് നിങ്ങൾ തന്ന ആ ഉറവിടത്തിൽ ഒരു വെബ്സൈറ്റിനെ പറ്റി പറയുന്നതല്ലേ? കേരള പഞ്ചായത്ത് ഇലക്ഷൻ 2025.online. അതെ, ആ വെബ്സൈറ്റിനെ പറ്റി പറയുന്നുണ്ട്. അതിലെന്താ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ ഒഫീഷ്യൽ ലിങ്കുകളും, അതായത് റിസൾട്ട് വരുന്ന ഗവൺമെന്റ് സൈറ്റുകളുടെ ലിങ്കുകൾ അവരുടെ ഒരു പേജിലെ https:// Kerala Panchayat Election 2025.online examination result +2 2025 results എന്ന പേജിൽ കൊടുത്തിട്ടുണ്ടെന്ന്. അതെ, പക്ഷേ അതിനേക്കാൾ എനിക്ക് പ്രധാനമായിട്ട് തോന്നിയത് ആ ലിങ്കുകൾ വെറുതെ കൊടുക്കുകയല്ല, എന്താ പറയാ, തിരക്ക് കുറഞ്ഞ സൈറ്റുകൾക്ക് മുൻഗണന നൽകി ഓർഡർ ചെയ്തിരിക്കുന്നു എന്നാ പറയുന്നത്. അത് കൊള്ളാം. അതായത് ഏത് സൈറ്റിലാണോ ആ സമയത്ത് തിരക്ക് കുറവ് അത് ആദ്യം കാണിക്കുമെന്നാണ്. അങ്ങനെയാണ് അതിൽ പറയുന്നത്. അത് ശരിയാണെങ്കിൽ റിസൾട്ട് പെട്ടെന്ന് കിട്ടാൻ ചിലപ്പോൾ സഹായിക്കും. അതൊരു നല്ല ഐഡിയ ആണ്. കാരണം ഈ ഡിജിറ്റൽ യുഗത്തിൽ വിവരങ്ങൾ പെട്ടെന്ന് കിട്ടണം. പക്ഷേ ഈ ടെക്നോളജിയുടെ ഒരു പ്രശ്നം ഇതാണ്. ഒരുപാട് പേര് ഒരേ സമയം വരുമ്പോൾ സിസ്റ്റം ഡൗൺ ആവും. ശരിയാണ്. അപ്പോൾ ഈ ട്രാഫിക് പല ലിങ്കുകളിലേക്കായി തിരിച്ചുവിടാൻ പറ്റിയാൽ ഓരോ സെർവറിലെയും ലോഡ് കുറയും. ഒരുപക്ഷെ അതാവും അവർ ഉദ്ദേശിക്കുന്നത്. ആയിരിക്കാം. ഉറവിടത്തിൽ തിരക്ക് കുറഞ്ഞ സൈറ്റുകൾക്ക് മുൻഗണന എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ വേറൊരു കാര്യവും അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. എന്താണത്? ഈ റിസൾട്ട് വന്നതിന് ശേഷമുള്ള ആഘോഷങ്ങള്, അതിന്റെ ലൈവ് അപ്ഡേറ്റ്സ് ഒക്കെ ഈ സൈറ്റിൽ ഉണ്ടാവും എന്നും പറയുന്നു. അപ്പോൾ റിസൾട്ട് മാത്രമല്ല, ഒരു ഫുൾ പാക്കേജ് ആണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ തോന്നുന്നു, ഒരു ഇൻഫർമേഷൻ ഹബ്ബ് പോലെ. പക്ഷേ ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇത്തരം തേർഡ് പാർട്ടി വെബ്സൈറ്റുകൾ വരുമ്പോൾ ആ വിവരങ്ങളുടെ ഒരു ആധികാരികത, പിന്നെ വിശ്വാസ്യത, അത് ശരിയാണ്. ഇവർ ഒഫീഷ്യൽ ലിങ്കുകളാണ് കൊടുക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ ആ പ്രശ്നം ഒരു പരിധിവരെ ഒഴിവാകും. എന്നാലും ഈ തിരക്ക് കുറഞ്ഞ സൈറ്റ് അവരെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അതെത്രത്തോളം എഫക്റ്റീവാണ് എന്നൊക്കെ നാളെ അറിയാൻ പറ്റും. തീർച്ചയായും. അപ്പോൾ നമുക്കൊരു കാര്യം നാളെ, അതായത് വ്യാഴാഴ്ച വൈകുന്നേരം വെബ്സൈറ്റുകളിലെ നല്ല തിരക്ക് പ്രതീക്ഷിക്കാം. ചിലപ്പോ സൈറ്റ് കിട്ടാൻ താമസിച്ചേക്കാം. അതെ, അതിനൊരു പോംവഴിയായി കേരള പഞ്ചായത്ത് ഇലക്ഷൻ 2025.online എന്നൊരു വെബ്സൈറ്റ് നിങ്ങളുടെ ഈ ഉറവിടം നിർദ്ദേശിക്കുന്നു. അതെ, അപ്പോ ഈ വിവരങ്ങൾ റിസൾട്ടിനായി കാത്തിരിക്കുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം. തീർച്ചയായും. കാരണം കുട്ടികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. അറിയാൻ പറ്റുന്നത് അതേപോലെ ഒഫീഷ്യൽ സൈറ്റുകൾ തന്നെയാണോ നല്ലത്, അതൊക്കെ നമ്മൾ കണ്ടറിയണം, അല്ലേ? അതെ, അതൊരു ചിന്തയായി നമുക്കിവിടെ നിർത്താം. നാളെ എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടട്ടെ എന്നും ആശംസിക്കാം.